ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. Tomé demasiado. Ay, que sí que hace sed. ¿Dónde? Sí que hace sed. ¿Qué hago? ¿Qué hago? ഇതിനകത്തുള്ള ഈ പെൺകുട്ടി ആരാന്ന് എനിക്കറിയില്ല, പേഴ്സണലി അറിയില്ല. ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ നിഷ്കന്ന ചേച്ചിയുടെ ലൈവ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. മെമ്പർഷിപ്പ് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേയുള്ള നോർമൽ ലൈവ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് യൂട്യൂബിൽ എനിക്ക് ഓട്ടോമാറ്റിക് റെക്കമെൻഡേഷൻ വന്നൊരു വീഡിയോ ആണ്. മേ ബി നമ്മൾ ഈ ഒരു ടൈപ്പ് വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് വരുമല്ലോ, അതുപോലെ എനിക്ക് റെക്കമെൻഡേഷനിൽ വന്നൊരു വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് കയറി നോക്കി. ഇതിനകത്ത് മുഴുവൻ ആകെ സബ്സ്ക്രൈബേഴ്സ് ആകെ 10K താഴെയുള്ളൂ, പക്ഷേ മില്യൺ കണക്കിനാണ് വ്യൂസ് പോയിരിക്കുന്നത്, മില്യൺ കണക്കിന്. അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയുള്ള ഈ ഒരു തുണി അയച്ചിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരതിനകത്ത് കാണിക്കുന്നത്, നമ്മളൊക്കെ ഡെയിലി ചെയ്യുന്ന ബാത്റൂമിൽ പോവുക, കുളിക്കുക, ഡ്രസ്സ് മാറുക, ബോഡി ലോഷൻ തേക്കുക, ഇതുപോലുള്ള കാര്യങ്ങളാണ് അവർ ന്യൂഡായിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ ഹാഫ് ന്യൂഡായിട്ട് നിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനാണ് ലക്ഷക്കണക്കിന് വ്യൂസാണ് കിട്ടിയേക്കുന്നത്. അതിനനുസരിച്ചുള്ള റവന്യൂ കിട്ടിയിട്ടുണ്ടാകും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ കണ്ടിട്ടാണോ നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ ബിജിഷ ബൈജു, അതുപോലെ നിഷ്കന്ന ചേച്ചി, പിന്നെ കുറേ അറിയപ്പെടാത്ത കുറച്ച് പ്രമുഖയായിട്ടുള്ള അറിയപ്പെടാതെ പോയിട്ടുള്ള കുറച്ച് ലേഡീസ് കൂടിയുണ്ട്, ഇവരൊക്കെ ഇതുപോലുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടാണോ ഈ ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ രാത്രി നിഷ്കന്ന ചേച്ചിയുടെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വന്നിട്ട് കുറേ ആൾക്കാർ കമൻസ് ഇടുന്നുണ്ടായിരുന്നു. നിന്നെ ഞങ്ങൾ കൂട്ടിക്കും, നിൻ്റെ ചാനൽ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് തന്നെ ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻസ് ആ ലൈവ് വീഡിയോൻ്റെ താഴെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വളരെ ബാഡായിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള രീതിയിലാണ് ഈ നിഷ്കന്ന ചേച്ചി റിയാക്ട് ചെയ്യുന്നത്. ആളാരാന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ നിഷ്കന്ന എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പുള്ളിക്കാരി അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ചാനൽ പൂട്ടിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ നിഷ്കന്ന ചേച്ചി ഇങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുന്നത്: ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഇങ്ങനെ ഒരു കാറ്റഗറിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ നിയമവശങ്ങളും അറിഞ്ഞ് എല്ലാത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത്, ഏത് രീതിയിൽ തുണി അഴിച്ച് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ എനിക്കെതിരെ നിങ്ങൾ ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്, ഉന്നതങ്ങളിൽ പിടിപാടുണ്ടെന്നാണ് ആ നിഷ്കന്ന ചേച്ചി അതിനകത്ത് പറയുന്നത്. അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ സമൂഹത്തിൽ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കേണ്ട ഭരണകൂടം അല്ലെങ്കിൽ നിയമവ്യവസ്ഥ തന്നെയാണ് ഇവരെ പോലുള്ള ആൾക്കാരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. മേ ബി ഇവർക്ക് ഹെവി ആയിട്ടുള്ളൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിലൊരു ശതമാനം ടാക്സോ അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് ടാക്സിലോട്ട് പോകുന്നുണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണല്ലോ. അതുകൊണ്ടാണോ ഗവൺമെൻറ് ഇവരെ പോലുള്ള സ്ത്രീകളെ നിയന്ത്രിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറൊരു ലേഡീൻ്റെ വീഡിയോ കൂടി ഞാൻ കാണാനിടയായിട്ടുണ്ട്. പ്രമുഖയൊന്നുമല്ല, ഇതുപോലുള്ള ഈ
നമ്മുടെ ഞാൻ ആദ്യം പേര് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബിജിഷ ബൈജു, ഇതുപോലെ നിഷ്കന്ന ചേച്ചി, ഇതുപോലെ കുറച്ച് ടീംസ് ഉണ്ടല്ലോ, ഇവരെയൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ലേഡി ഒന്നും പറയാൻ പറ്റില്ല, ഒരു അമ്മച്ചി, നിങ്ങൾ കണ്ടു നോക്കും എന്തായാലും. ഹലോ മൈ ഡിയർ ഫ്രണ്ട്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ഹെയർ റിമൂവിങ് ആണ്. അതായത് നമ്മുടെ അണ്ടർ ഗാർമെൻസിലുള്ള ഹെയർ റിമൂവിങ്, അത് വേറൊരു ടൈപ്പാണ്. ഞാൻ ഇന്നാൾ അവതരിപ്പിച്ചത് നമ്മുടെ ബ്ലൈഡ് ഉപയോഗിച്ച് ഷേവിങ്സ് ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നാൾ ചെയ്തത്. ഇപ്പം നമ്മൾ ഈ കമ്പനിയുടേത് ഹെയർ റിമൂവിങ് ആണിത്. അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഇതിലൊന്നും തേക്കണ്ട, ഇനി കുറച്ച് രോമമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്ത് കാണിക്കാം. ഇതാണ് കമ്പനി. ഇതിൽ പർച്ചേസ് ചെയ്ത കുറച്ച് ഡ്രസ്സ് ഇവിടെ നിന്നാണ് മേടിച്ചത്. ഓക്കെ, അപ്പോൾ ഞാനത് കാണിക്കുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ ഇന്നേഴ്സാണ് കാണിക്കാൻ പോകുന്നത്. അതിപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തതാണ് ഇന്നേഴ്സ്. ഇത് ഷിമ്മി ടൈപ്പാണ്. ഓക്കെ, അതോ ഇതാണ് ഷിമ്മി. അപ്പോൾ ആദ്യം ഞാനിത് മേടിച്ചു. ഇതൊരു അത്ര ലോക്കൽ കമ്പനിയല്ല, എന്നാലും കുഴപ്പമില്ലാത്ത കമ്പനി. റെഡാണ് ഞാൻ എടുത്തത് കേട്ടോ. എല്ലാവരും പറയണേ എനിക്ക് ഈ കളറും ഒക്കെ ഉള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം റെഡ് എടുത്തു. അതായത് കണ്ടോ, വല മോഡലിലൊക്കെ ഉള്ളത് എടുത്തു. കണ്ടല്ലോ, അപ്പോൾ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ലേഡിയല്ല, ഈ അമ്മച്ചി എന്താണ് ഇതിനകത്ത് നിന്ന് കാണിച്ചു വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സെപ്പറേറ്റ് ഒരു നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇടുന്ന ബ്രായും ഷിമ്മീസും അല്ലെങ്കിൽ പെറ്റിക്കോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ഐറ്റം ഇട്ടിട്ടാണ് ഈ ഒരു അമ്മച്ചി അല്ലെങ്കിൽ ഈ ഒരു ആൻറ്റി എന്ന് വിശേഷിപ്പിക്കാം, ഈ ഒരു ആൻറ്റി വന്നേക്കുന്നത്. ആൻറ്റിമാർക്കൊക്കെ ഈ പ്രായത്തിലൊന്നും ഇടുന്നതുകൊണ്ട് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊക്കെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്ന് കാണിച്ച് സ്വന്തമായിട്ട് മേടിച്ച ബ്രായിൻ്റെ സൈസും അളവും മോഡലും, അതും വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളാണ്. ഇതൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? നിങ്ങൾക്ക് ആളെ കൂട്ടാൻ വേണ്ടി തന്നെ അല്ലേ? അപ്പോൾ ഈ ഒരു പ്രമുഖ എന്ന് പറയപ്പെടുന്നത്, ഞാൻ പേര് കറക്റ്റ് പറയുന്നില്ല, ID മെൻഷൻ ചെയ്യുന്നില്ല, കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒന്ന് പറയാം. മന്യ ജയരാമൻ എന്നാണ് ഈ ലേഡീൻ്റെ പേര്. ഒറിജിനൽ പേരല്ല, ഞാൻ ചെറുതായിട്ട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഒറിജിനൽ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മളെ മൂക്കി കയറ്റി കളയുമല്ലോ, അതുകൊണ്ട് ഒറിജിനൽ പേര് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് തന്നെയായിരുന്നു നിഷ്കന്ന ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചാനൽ നട്ടലുള്ള ആമ്പിള്ളേരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ കോപ്രായം കണ്ട് തുള്ളാത്ത ആമ്പിള്ളേരും കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ, ആണും പെണ്ണും ഒക്കെ ആയിട്ട്. അപ്പം ഇതുപോലുള്ള ആൾക്കാർ ഉടനെ തന്നെ നിങ്ങളുടെ ചാനൽ പൂട്ടിക്കാൻ ഇടവരുത്തട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കാരണം ഒരുപാട് കുട്ടികൾ വഴിതെറ്റുന്നുണ്ട്. കാരണം നിങ്ങളുടെ ലൈവിനകത്ത് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത് കയറാൻ വേണ്ടിയിട്ട് ആകെ എനിക്ക് തോന്നുന്നത് 800 റുപ്പീസ് എബവ് ആണെന്ന് തോന്നുന്നു. 800 റുപ്പീസ് അല്ലെങ്കിൽ 800 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് വളരെ ചെറിയൊരു എമൗണ്ടാണ്. പൈസേൻ്റെ വില കുറച്ച് കാണുന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോൾ ഈ ഒരു വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ ഈ ഒരു ലൈവിനകത്തോട്ട്, അതായത് മെമ്പർഷിപ്പുള്ള ലൈവിനകത്തോട്ട് കയറുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ലൈവിനകത്തോട്ട് 18+ അഡൾട്ടായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ബോർഡോ എന്തെങ്കിലും വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സോ, നിങ്ങൾക്ക് ഉന്നതങ്ങളിൽ പിടിപാടുണ്ടെന്നല്ലേ പറയുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങളുടെ മക്കളാണ് വളർന്ന് വലുതായിട്ട് ഈ ഒരു ഇതുപോലുള്ള ലേഡീസിൻ്റെ വീഡിയോ കാണാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കും. നിങ്ങൾക്ക് മനസ്സുകൂടെ, നിങ്ങളൊരു അമ്മയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എത്രയും വേഗം നിങ്ങളുടെ ചാനൽ പൂട്ടാൻ ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ